കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു ഡിന്നർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ടും തയ്യാറാക്കാം, ഡിന്നറിനാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഡിന്നർ കോംബോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് റമദാനിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ നല്ല ക്രിസ്പി ആയിട്ട് കറുമുറാന്നിരിക്കുന്ന പുറം ഭാഗവും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കേട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങളത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ, സൂപ്പറാണ്. അപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കോംബോ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചിക്കനാണ് കേട്ടോ ഫ്രൈ ആക്കാനും കറിക്കും വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതിൽ 1/2 കിലോഗ്രാം വരെ ഫ്രൈക്കും 1/2 കിലോഗ്രാം വരെ കറിക്കും വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ആദ്യം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ചിക്കനിലേക്ക് മസാല പുരട്ടി വെക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മൾ കറിയൊക്കെ റെഡിയാക്കുമ്പോഴേക്കും അതിലൊന്ന് മസാല പിടിച്ചോളും. അതിനായിട്ട് ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ വരെ ചില്ലി ഫ്ലേക്സ്, ഒരു 1.5 ടീസ്പൂൺ വരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഇത്രയും ചേർക്കുന്നുണ്ട്. അപ്പോൾ കോൺഫ്ലോർ അഥവാ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി ഒന്ന് ചേർത്താൽ മതി, നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ചിക്കൻ ഇവിടെ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇന്ന് ഡിന്നറിന് വേണ്ടിയിട്ട് നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ജീരകശാല അരി 2.5 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് വെക്കാം. നമ്മുടെ മറ്റു കറികളൊക്കെ റെഡിയാകുമ്പോഴേക്കും ഇതിങ്ങനെ വെള്ളത്തിൽ കിടന്നോട്ടെ. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അടിപൊളി ചിക്കൻ കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഒരു 10 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലോണം കളറ് മാറുന്നത് വരെ ചുവന്നുള്ളി ഒന്ന് വഴറ്റുക. അപ്പോൾ ചുവന്നുള്ളി അഥവാ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു ചെറിയ സവാളയുടെ പകുതി അരിഞ്ഞിട്ട് വഴറ്റിയാൽ മതി. പക്ഷേ ചുവന്നുള്ളിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം. ചുവന്നുള്ളിയുടെ കളർ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഏലക്കായ്, 2 ഗ്രാമ്പു ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കാം. സ്പൈസസ് കൂടിപ്പോവാതെ ശ്രദ്ധിക്കുക. ഇതൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഒരു മസാലയുടെ കുത്തൽ വരും, അതുകൊണ്ട് കുറച്ച് മാത്രം ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത്, കുരുമുളക് പൊടിയല്ല ക്രഷ് ചെയ്തതാണ് ചേർത്തിരിക്കുന്നത്. ഇനി പൊടിയാണെങ്കിൽ അത് ചേർത്താലും കുഴപ്പമില്ല. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു 2 മിനിറ്റ് വരെ ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. ഒരു 2 മിനിറ്റെങ്കിലും ചെറിയ തീയിൽ ഇളക്കിയെടുത്തതിന് ശേഷം അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് അതിൻ്റെ ചൂട് പോയി കഴിയുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് അരച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി കറി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം, അതായത് വലിയ ജീരകം ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് നീളത്തിലരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 1/2 ടേബിൾ സ്പൂൺ വരെ ഇഞ്ചി അരിഞ്ഞതും, പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറി തുടങ്ങുന്ന സമയത്ത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റാം. സവാള വഴറ്റുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാളയുടെ കളറ് നല്ലതുപോലെ മാറി വരുന്ന സമയം വരെയും വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ സവാള നല്ലോണം കളറൊക്കെ മാറി നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/2 കിലോഗ്രാം ചിക്കൻ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് വരെ കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ്റെ കളറൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കാം. അരപ്പ് ചേർത്തിട്ട് ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും കൂടി നമ്മുടെ ഈ കറിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്രയാണ് നമുക്ക് വെള്ളം ആവശ്യം അത്രയും വെള്ളം നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർക്കണം. ഞാൻ വീണ്ടും ഒരു 3/4 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിവിടെ അടച്ചു വെക്കാം. എന്നിട്ട് ഒരു 20 മിനിറ്റ് ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും കറി റെഡിയാവും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഇവിടുന്ന് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം.
അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പാത്രം ചൂടായി കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതിൽ ഞാൻ വേറെ സ്പൈസസ് ഒന്നും തന്നെ ചേർക്കുന്നില്ല, നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചേർക്കാം. അപ്പോൾ സവാള ഒന്ന് കളറ് മാറി വരുമ്പോൾ ഞാനിതിലേക്ക് വെള്ളം ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ 3.25 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. 2.5 കപ്പ് ജീരകശാല റൈസിന് 3.25 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അതായത് 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള രീതിയിൽ വെള്ളം ചേർത്തിട്ട് നമുക്കിതിവിടെ അടച്ച് വെച്ചിട്ട് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് ആ ഭാഗം കൂടി ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി അതിലെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും അടച്ച് വെക്കുക. ഇനി വീണ്ടും നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് വീണ്ടും നന്നായിട്ട് ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് വീണ്ടും അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 7-8 മിനിറ്റ് സമയമാകുമ്പോഴേക്കും ഈ നെയ്ച്ചോറ് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ചിക്കൻ കറി വേവാൻ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം അടുപ്പത്തുനിന്ന് മാറ്റാം. അതുപോലെ തന്നെ നമ്മുടെ ചിക്കനും അതായത് ചിക്കൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതും ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അതുപോലെ നമ്മുടെ നെയ്ച്ചോറ് വേവാൻ വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഒരു പ്രാവശ്യം കൂടി ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഒരു 5-6 മിനിറ്റൊക്കെ ആകുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഇതുപോലെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് ഒരു 1-2 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് റെഡി ആയിക്കോളും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടൊരു കുക്കുംബർ റൈത്ത തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് കുക്കുംബർ ഞാനൊരു ബൗളിൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ സവാള അരിഞ്ഞത്, ഒരു പച്ചമുളക് അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇത്രയും ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് കുറച്ച് തൈരും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ സിമ്പിൾ കുക്കുംബർ റൈത്ത കൂടി ഇതിന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇതാ വീണ്ടും ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ തുറന്ന് നോക്കുകയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് അടുപ്പത്തുനിന്ന് മാറ്റിയതാണ്. നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഡിന്നർ അരമണിക്കൂർ കൊണ്ട് റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് വിളമ്പാം. അപ്പോൾ ഈ ഒരു കോംബോ നമ്മൾ ഡിന്നറിനും ലഞ്ചിനൊക്കെ വേണ്ടിയിട്ട് മിക്ക ആളുകളും തയ്യാറാക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഇതിലുള്ള ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ആണ്. സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. താങ്ക്